എന്തിന്? കൊടുറോവേ. വെൽ ഡൺ. ലേഖനം വായിച്ചല്ലേ? തകർത്തിട്ടുണ്ട്. തന്റെ ഗഡ്സ് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ആ റോബർട്ടിനെ പോലെയുള്ള ഒരാൾക്കെതിരെ ഇത്രയൊക്കെ എഴുതാന്ന് വെച്ചാൽ ഇറ്റ്സ് സംതിങ് ഗ്രേറ്റ്. പൊക്കാതെ അധികം പൊക്കാതെ, നിലത്ത് നിർത്ത്. അല്ലടോ, ഞാൻ ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാ. ഞാനാണെങ്കിൽ കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ റോബർട്ടിന്റെ പിന്നാലെ തന്നെ ഉണ്ട്. എന്നിട്ടും എനിക്ക് കിട്ടാത്ത പല പോയിന്റ്സും തന്റെ ഈ ലേഖനത്തിലുണ്ട്. ഇതെങ്ങനെ സംഘടിപ്പിച്ചു? അയ്യോ, അത് മാത്രം ചോദിക്കല്ലേ, ട്രേഡ് സീക്രട്ടാ. എഴുതിയത് ഒരു ചെറിയ ലേഖനം, ഡീറ്റെയിൽസ് ആനും പുറകെ വരുന്നുണ്ട്. ഒന്നുകിൽ അവനകത്ത്, അല്ലെങ്കിൽ എന്നെ അവൻ തട്ടും. എടോ, കുറച്ച് കാര്യങ്ങൾ എനിക്കും പറഞ്ഞതാ. അവാർഡും പ്രൊമോഷനും ഒക്കെ കിട്ടുമ്പോൾ ഞാൻ കമ്മീഷൻ തരാന്നേ. ഇന്ന് ഞാനൊരു പണി പറ്റിക്കും. എന്ത് പണി? അത് ഞാൻ പറയില്ല, സസ്പെൻസാ. പറയടോ. നോ, സസ്പെൻസ് ഈസ് സസ്പെൻസ്. നാഷണൽ അവാർഡും പ്രൊമോഷനും ഒക്കെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാവും. നാളെ നേരമൊന്നും എടുത്താൽ പത്രങ്ങളിലൊക്കെ നല്ല കവറേജ് ആയിരിക്കും. റോബർട്ടിനെ അറസ്റ്റ് ചെയ്ത മഹാൻ ധീരൻ താൻ എന്നെ അറസ്റ്റ് ചെയ്തപ്പോ ഞാൻ എതിർക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്നറിയാവോ? ഇറങ്ങിപ്പോരാവുന്ന ധൈര്യമുള്ളതുകൊണ്ടാണ്. ഇപ്പൊ എന്നെ ഇവിടെ ഇറക്കിയാൽ തന്നോട് ഞാൻ ക്ഷമിക്കാം. ആഫ്റ്റർ ആൾ താനൊരു മലയാളിയാണല്ലോ. തന്റെ വിവരക്കേട് കൊണ്ട് പറ്റിയതാണെന്ന് ഞാൻ വിചാരിച്ചോളാം. അങ്ങോട്ട് നോക്കിയേ. ആ വണ്ടിയിൽ വരുന്നവരെല്ലാം എന്റെ ആൾക്കാരാ. ഞാൻ ഒരു സിഗ്നൽ കൊടുത്താൽ മതി, എനിക്ക് രക്ഷപ്പെടാം. താനും തന്റെ വണ്ടിയും ഇതിലുള്ള ആൾക്കാരും ഒരു പൊടി പോലും കാണില്ല. പക്ഷേ ഞാനത് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണെന്നറിയാവോ? അതാണ് മലയാളിക്ക് മലയാളിയോടുള്ള സ്നേഹം. ഇത് സർക്കാരിന്റെ വക പോലീസ് വണ്ടിയാണ്, നിന്റെ തന്തയുടെ വകയല്ല. നീ സിഗ്നൽ കൊടുക്കുന്നതിന് മുമ്പ് എനിക്ക് വേണമെങ്കിൽ നിന്റെ കഥ കഴിക്കാം. ഞാനത് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അറിയാമോ? തെറ്റുപറ്റിയത് എനിക്കാണ്. സ്റ്റേഷനിൽ ഞങ്ങളെ കാത്തു നിന്ന് ആരൊക്കെയാണെന്ന് അറിയാമോ? ഹോം മിനിസ്റ്റർ, IG, പോലീസ് കമ്മീഷണർ. എന്നെ അഭിനന്ദിക്കാനല്ല, റോബർട്ടിനെ സ്വീകരിക്കാൻ, ആശ്വസിപ്പിക്കാൻ, ക്ഷമ ചോദിക്കാൻ. അവനവിടെ രാജകീയ സ്വീകരണം, എനിക്ക് സസ്പെൻഷൻ. നല്ലവനും പൗരപ്രമുഖനുമായ റോബർട്ടിനെ അന്യായമായി അറസ്റ്റ് ചെയ്ത് പീഡിപ്പിച്ചു. അതായിരുന്നു എന്റെ പേരിലുള്ള ചാർജ്. അന്ന് ആദ്യമായിട്ട് എനിക്ക് മനസ്സിലായി ഞാനൊരു ഫൂളാണെന്ന്. ഫൂളെന്ന് പറഞ്ഞാൽ ശരിയാവില്ല. മലയാളത്തിന് അതിനൊരു കറക്റ്റ് പേരുണ്ട്, പമ്പര വിഡ്ഢി. അതാണ് താൻ. റോബർട്ടിനെ പോലെ ഒരാളെ അങ്ങനെ ചാടിക്കേറി അറസ്റ്റ് ചെയ്ത് ശരിയായില്ല. റോബർട്ട് കള്ളക്കടത്ത് രാജാവാണെന്ന് എനിക്കറിയാം, നിനക്കറിയാം, നാട്ടുകാർക്ക് മുഴുവനും അറിയാം. പക്ഷെ തെളിവുകളില്ല. കുറെ ധാരണകളും ഊഹാപോഹങ്ങളും കേട്ടുകേൾവിയും അത്രയേ ഉള്ളൂ. ഒരു ലേഖനം എഴുതാൻ അത്രയും ഡീറ്റെയിൽസും കുറച്ച് അങ്കുറ്റം ഉണ്ടായാൽ മാത്രം മതി. ഒരു കുറ്റവാളിയെ അറസ്റ്റ് ചെയ്യാനും അയാൾക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനും മതിയായ തെളിവുകൾ എന്റെ പക്കലുണ്ട്. താൻ പറയുന്ന പോലെ ഊഹാപോഹങ്ങളല്ല. മാസങ്ങളായി ഞാൻ ഊണും ഉറക്കവും മുളച്ച് സമ്പാദിച്ച തെളിവുകൾ. അതങ്ങനെ കേസൊന്ന് പ്രൊസീഡ് ചെയ്യാൻ ആരെങ്കിലും അനുവദിക്കണ്ടേ? മുകളിലുള്ളവന്മാർ മുഴുവൻ അവന്റെ കീശയിലല്ലേ? അങ്ങനെ അങ്ങ് തോറ്റു പിന്മാറുന്നവനല്ല ഞാൻ. തെളിവുകൾ പോരെങ്കിൽ ഇനിയും ഞാനത് ഉണ്ടാക്കും. താൻ കണ്ടോ, ഒരാഴ്ചക്കുള്ളിൽ ഞാൻ അവൻ അകത്താക്കും. പോലീസ് സ്റ്റേഷനിലല്ല, നേരിട്ട് കോടതിയിൽ ഹാജരാക്കും. ഗുഡ്, അതാണ് വേണ്ടത്. ബെസ്റ്റ് ഓഫ് ലക്ക്. അതുവരെ താനും കൂടെ എന്റെ ഒപ്പം ഉണ്ടാവണം. ഷുവർ. कंपोजिंग सेक्शन में दे दो। जी साहब। ഹലോ, ഇവിടെ പോലീസേ, തനിക്ക് എന്താണോ അവിടെ പണി? അത് കൊള്ളാം. ഇനിയല്ലേ പണി മുഴുവൻ കിടക്കുന്നേ. എപ്പോഴാ ഇങ്ങോട്ട് വരുന്നേ? ഇന്ന് വേണ്ടടോ, നമുക്കിന്നൊരു നാടകത്തിന് പോവാം. നാടകോ? ആ, ഞാൻ ഇറങ്ങുവാ. നേരെ വീട്ടിൽ ചെന്നൊന്ന് കുളിച്ച് ഫ്രഷായി ലളിതയും കൂട്ടി ഞാനങ്ങ് വന്നേക്കാം. താൻ റെഡിയായിരുന്നോണം. ആ ശരി. ആ, പിന്നെ ഒരു കാര്യം, രാത്രി ശാപ്പാട് എന്റെ വീട്ടിൽ. ശ്രീമതിയെ പരിചയപ്പെടുത്തി തരാം.
പക്ഷെ ഒരു കണ്ടീഷൻ, നമ്മുടെ ഈ ഇടപാടുകളൊന്നും അവൾ അറിയരുത്. ആളൊരു പേടിത്തൊണ്ടിയാ. ആ നീ വേണ്ട റെഡിയാ. ആ ശരി, ഓക്കെ. ഹലോ. മിസ്റ്റർ വിജയേന്ദ്രൻ, യെസ്. ഐ എം റോബർട്ട്. ഞാൻ ഇന്നൊരു കൊലപാതകം ചെയ്യാൻ പോവുകയാണ്. നിന്റെ സുഹൃത്ത് സുകുമാരനെ രക്ഷിക്കാമെങ്കിൽ രക്ഷിച്ചോ. ജസ്റ്റ് ഫോർ എ ചാലഞ്ച്. നോ റോബർട്ട്, റോബർട്ട് പ്ലീസ്. റോബർട്ട് പ്ലീസ്. ഹലോ, ഗെറ്റ് മീ സുകുമാരൻ പ്ലീസ്. For more updates, like, comment, subscribe to our channel.